ആനിവേഴ്സറി ദിവസം വൈഫിൻ്റെ അടുത്തേക്ക് വന്ന ഹീറോ കാണുന്നതോ വൈഫ് വേറൊരുത്തനുമായിട്ട് പരിപാടി ചെയ്യുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന ഹീറോ രണ്ടുപേരെയും ഗൺ പോയിന്റ് നിർത്തി ചോദ്യം ചെയ്യും. പറഞ്ഞു വരുന്നത് 2015 ഇറങ്ങിയ അഡൽറ്ററസ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം വെൽക്കം ടു മൂവി ഹണ്ടർ മലയാളം. നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുമ്പം ഹീറോ അവൻ്റെ വൈഫിനെ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്ത ശേഷം എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്യും. ആ ടൈമിലോ ഓണർ വിളിച്ചിട്ട് പറയും ഇന്ന് ഒരുപാട് വർക്കുണ്ട്, അതുകൊണ്ട് ഡബിൾ ഷിഫ്റ്റ് എടുക്കണമെന്ന്. അങ്ങനെ ഇത് കേട്ട ഹീറോ വൈഫിനെ വിളിച്ച് പറയും ഇന്ന് ഡബിൾ ഷിഫ്റ്റ് ആണ്, അതുകൊണ്ട് രാത്രിയാകും വരുമ്പോൾ നീ എങ്ങും പോകണ്ട, നമുക്ക് സൺഡേ എല്ലാം മാറ്റി വെക്കാമെന്ന് പറയും. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്ക് വൈഫിനെ അത്ര ഇഷ്ടമാണെന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് പിടികിട്ടും. പിന്നീട് അവിടുന്ന് വർക്കിന് ചെന്ന ഹീറോ കൂടെയുള്ള കോവർക്കറുമായിട്ട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. അവൻ്റെ ഇന്നത്തെ ആനിവേഴ്സറിയെ പറ്റിയും അതോടൊപ്പം തന്നെ വൈഫുമായിട്ടുള്ള ഹാപ്പി ലൈഫിനെയൊക്കെ പറ്റി അവളോട് പറയും. ആ ടൈമിൽ തന്നെ അവിടെ നിന്ന് ഇത് കണ്ട ഓണർ ഓർക്കും, എന്താണ് ഇവൻ വർക്കിന് വന്നിട്ട് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കുന്നതെന്ന്. അങ്ങനെ സാധാരണ ഹീറോ ഷോപ്പിംഗ് മാർക്കറ്റ് വെച്ച് തന്നെയായിരുന്നു ഫുഡ് കഴിക്കുന്നത്. പക്ഷേ അന്ന് വൈഫിന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ അവൻ വണ്ടിയും എടുത്ത് വീട്ടിലേക്ക് ചെല്ലും. അകത്തേക്ക് ചെന്ന് അവൻ AC ഓൺ ചെയ്യും. എന്നാലോ AC വർക്കാകുന്നില്ലായിരുന്നു. എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് അവൻ ഫ്രിഡ്ജിൽ നിന്ന് ബിയർ എടുത്ത് കുടിക്കും. ആ ടൈമിലാണ് ഓപ്പോസിറ്റ് മേശയിൽ ഇവൻ്റെ വൈഫിൻ്റെ ബാഗ് ഇരിക്കുന്നത് ഇവൻ കാണുന്നത്. ഇത് കണ്ട ഉടനെ തന്നെ അവൻ വൈഫിനെ ഫോൺ ചെയ്യാനും തുടങ്ങും. അപ്പോഴോ വൈഫിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മുകളിലത്തെ മുറിയിൽ നിന്നായിരുന്നു. അവിടെ എന്തായിരിക്കുമെന്നറിയാൻ അവൻ ആ റൂമിലേക്ക് പോകും. ആ ടൈമിലെല്ലാം ആ മുറിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ആ മുറിയുടെ വാതിൽ പകുതി തുറക്കുമ്പോഴോ അവൻ്റെ വൈഫ് വേറൊരുത്തനുമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ഉടനെ തന്നെ അവൻ നല്ല ഷോക്കാവും. കാരണം അവൻ്റെ വൈഫിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, അതുപോലെ തന്നെ വിശ്വാസവുമായിരുന്നു. അങ്ങനെ താഴെ പോയി അവൻ കുറേ നേരം കരയും. എന്നിട്ട് ദേഷ്യം വന്ന് അവൻ അവിടെ നിന്ന് 2 ഗണ്ണെടുത്ത് മുകളിലേക്ക് പോകും. അവൻ്റെ വൈഫാണെങ്കിൽ ഞെട്ടി വിറയ്ക്കും. അവളുടെ കാമുകനോ കാറാൻ തുടങ്ങും. പക്ഷേ ഹീറോ അതൊന്നും കേൾക്കാതെ 2 പേരെയും ഷൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഹീറോ താഴെ വന്ന് ഇരിക്കുകയും ചെയ്യും. അപ്പോഴാണ് കാണിക്കുന്നത് നമ്മുടെ ഹീറോ അങ്ങനെ ആക്ച്വലി ആരെയും കൊന്നിട്ടില്ലായിരുന്നു, അതൊക്കെ അവൻ്റെ ഒരു ഡ്രീമായിരുന്നു. അങ്ങനെ അവൻ അവിടുന്ന് ഒരു ബ്രാൻഡി എടുത്ത് കുടിച്ച ശേഷം കുറേ നേരം ആലോചിക്കും. എന്നിട്ട് അവൻ 2 കണ്ണുമെടുത്തുകൊണ്ട് അവരുടെ മുറിയിലേക്ക് ചെല്ലും. ഡോറ് തുറന്ന ഉടനെ തന്നെ വൈഫും കാമുകനും പേടിക്കാൻ തുടങ്ങും. വൈഫ് പറയും ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങും. കാമുകനോ ഞാൻ അറിയാതെ ചെയ്തതാണ്, എന്നെ വിടണം പ്ലീസ് എന്ന് പറഞ്ഞ് അവൻ കെഞ്ചാനും തുടങ്ങും. പക്ഷേ നമ്മുടെ ഹീറോയോ അവിടെ നിന്ന് ടേബിൾ എടുത്ത് ഡോർ അടച്ച ശേഷം 2 പേരോടും ഇരിക്കാൻ പറയും. എന്നിട്ട് അവൻ വൈഫിനോട് ചോദിക്കും ഞാൻ നിന്നെ എന്തോരം വിശ്വസിച്ചെന്നറിയുമോ, എന്നിട്ട് നീ എന്നെ ചതിച്ചു, ഇനി പറ നിങ്ങൾ എത്ര നാളായിട്ട് റിലേഷനിലുണ്ടെന്ന്. അപ്പം കാമുകൻ പറയും 6 ആഴ്ചയായെന്ന്. ഹീറോ ചോദിക്കും 6 ആഴ്ചയോ, 6 ആഴ്ചയായിട്ട് അപ്പം നീ എൻ്റെ വൈഫിൻ്റെ കൂടെ പരിപാടി ചെയ്യുമായിരുന്നു എന്ന്. കാമുകൻ കരഞ്ഞോണ്ട് പറയും 6 ആഴ്ചയൊന്നും ആയിട്ടില്ല, ഞങ്ങൾ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ദിവസമേ ആയുള്ളൂ. ആ ടൈമിൽ കാമുകൻ്റെ കയ്യിലെ റിങ് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് പിടികിട്ടും അവൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയുടെ വൈഫുമായിട്ട് അവൻ്റെ മുന്നിൽ വെച്ച് അതിന് പരിപാടി ചെയ്യാൻ ഹീറോ പറയും. ഇത് കേട്ട കാമുകൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷേ ഹീറോ ഗൺ പോയിന്റ് നിർത്തിക്കൊണ്ട് 2 പേരെ കൊണ്ട് ചെയ്യിക്കും. ആ ടൈമിൽ തന്നെ വൈഫിൻ്റെ ഫോൺ റിങ് ചെയ്യും. ഹീറോ കോൾ എടുത്തിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോഴോ അത് വൈഫിൻ്റെ ബോസ് ആയിരുന്നു. ഹീറോ പറയും അവളിന്ന് വരത്തില്ല, വീട്ടിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത ശേഷം അത് വലിച്ചെറിയും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു പടം കണ്ടു, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ അതിൽ ഇതുപോലെ ഹസ്ബൻഡിനെ വൈഫ് ചതിക്കും, അതുകൊണ്ട് അവൻ 2 പേരെയും കൊല്ലും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ കൊല്ലാൻ പോകുന്ന ഹീറോ പറഞ്ഞ ഉടനെ തന്നെ പ്ലീസ് എന്നോട് ക്ഷമിക്കുക, ഞാൻ അറിയാതെ ചെയ്തതാന്ന് പറഞ്ഞ് വൈഫ് കരയാൻ തുടങ്ങും. ഹീറോ നിർത്ത്, നീ അഭിനയിക്കാതെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്ന് കാമുകൻ്റെ പാൻറ്റിൽ നിന്നൊരു പേഴ്സ് എടുക്കും. നോക്കുമ്പോഴോ അതിനകത്ത് എയർഫോഴ്സിൻ്റെ ID കാർഡ് ഇരിക്കുന്നു. കാമുകന് എക്സാർമി ആണെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ കൂടെ കുറേ പണവും കാണും. ഹീറോ ചോദിക്കും നീ എന്തിനാ പണം കൊണ്ട് നടക്കുന്നത്, ഇനി അതിനുവേണ്ടിയാണ് എൻ്റെ വൈഫിൻ്റെ കൂടെ കൂടിയേ, അതോ നീ അവളെ ഒരു സെക്സ് വർക്കറായിട്ടാണ് കാണുന്നത്. ആ ടൈമിൽ വൈഫ് ചാടി മുന്നിലോട്ട് വന്നിട്ട് പറയും ഇല്ലില്ല അങ്ങനൊന്നുമല്ല, ഞാൻ നിനക്ക് ഗിറ്റാർ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് അവനോട് പണം കൊണ്ടുവരാൻ പറഞ്ഞേ, അല്ലാതൊന്നുമില്ല, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, പിന്നെ ഇതൊക്കെ വെറും സെക്സ് മാത്രമാണെന്ന് പറയും. ഇത് കേട്ടോടനെ തന്നെ ഹീറോയോ കയ്യിലുള്ള കാശെല്ലാം അവളുടെ തലയിലേക്ക് ഇടും. എന്നിട്ട് ഹീറോ കാമുകനോട് പറയും ഞാനും ആർമി കുറേ ട്രൈ ചെയ്തതാ, പക്ഷേ എല്ലാം ഫെയിലായിപ്പോയെന്ന്. കാമുകൻ ചോദിക്കും അതെന്ത് പറ്റി, നിനക്ക് ഇപ്പോൾ വേണമെല്ലാം ട്രൈ ചെയ്യാമല്ലോ, എൻ്റെ അടുത്ത് ആർമിയിലെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, വേണേ അവരോട് പറഞ്ഞ് നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഹീറോയെ നൈസായിട്ട് വീഴ്ത്താൻ നോക്കും. അതായത് അവൻ്റെ അടുത്തുനിന്ന് എസ്കേപ്പ് ആകാൻ നോക്കും. പക്ഷേ ഇതൊന്നും ഹീറോ മൈൻഡ് ആക്കാതെ നിൻ്റെ വൈഫിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും.
ജാസ്മിൻ്റെ നാടെന്ന് കാമുകൻ പറയും. അപ്പം നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു എന്നും ഹീറോ ചോദിക്കും. അതെ, ലവ് മാരേജ് ആയിരുന്നു. ഓൾറെഡി ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പം വൈഫ് 2 മാസം പ്രഗ്നൻ്റ് കൂടിയാണ്. ഞാൻ നാട്ടിൽ നല്ലവനായിട്ട് ജീവിച്ചവനാ, പക്ഷെ നീ എന്നെ ഇവിടെ ഇരുത്തി അപമാനിക്കുവാണെന്ന് കാമുകൻ പറഞ്ഞ ഉടനെ, അപമാനിക്കാനോ? ആരുടെ അപമാനിക്കുന്നത്? നീ എൻ്റെ വീട്ടിൽ വന്ന് ഇത്ര പരിപാടിയൊക്കെ കാണിച്ചിട്ട് നീ അവമാനത്തെപ്പറ്റി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഹീറോ അവൻ്റെ നേരെ തോക്ക് ചൂണ്ടാൻ തുടങ്ങും. ആ ടൈമിൽ വൈഫ് മുന്നിലേക്ക് വന്നിട്ട്, ഇത് നോക്ക്, അവൻ്റെ മേലെ ഒരു തെറ്റുമില്ല, തെറ്റെല്ലാം എൻ്റെ ഭാഗത്താണ്, എന്നെ ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞ് അവളുടെ മേലെ തോക്ക് വെക്കും. ആ ടൈമിൽ ഹീറോ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവൻ്റെ തോക്കെടുക്കാനായിട്ട് കാമുകൻ നോക്കും. എന്നാലോ നമ്മുടെ ഹീറോ അവൻ്റെ കാലിന് തന്നെ വെടിവെക്കും. ഇവിടെ ഓണറാണെങ്കിലോ, എവിടെ പോയി അവൻ? ഡബിൾ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല, നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നൊക്കെ വർക്കറിനോട് ചോദിക്കും. എനിക്കൊരു ഐഡിയയുമില്ല, ലഞ്ചിന് പോയതായിരുന്നു, ഇപ്പോൾ കാണുന്നില്ലെന്ന് വർക്കറും പറയും. ആ, എന്തെങ്കിലും ആട്ടെ, വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് കാണാൻ പറഞ്ഞേക്കണമെന്ന് ഓണർ പറയും. ഇവിടുത്തെ കഥയാണെങ്കിലോ, കാമുകൻ പറയും, ഞാനും നീ ഒന്ന് തന്നെയാണ്, നീ ഓൾറെഡി കല്യാണം കഴിഞ്ഞവളെ അല്ലേ വിളിച്ചുകൊണ്ട് വന്നേ, ഇതും അതുപോലെ തന്നെ ഉള്ളൂ, പക്ഷേ ഇത് റിലേഷൻഷിപ്പാണെന്ന് മാത്രം. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോ പറയും, എന്ത്, ഞാനും നീ ഒന്നോ? ഞാനിവളെ സേവ് ചെയ്യുമായിരുന്നു, ഇവളുടെ ആദ്യത്തെ കെട്ടിയവൻ ഇവളെ ടോർച്ചർ ചെയ്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നതാണെന്ന് ഇവൻ ഉറക്കെ പറയും. ഉടനെ തന്നെ വൈഫും പേടിച്ചിട്ട് പറയും, അതെ അതെ, നീ എന്നെ സേവ് ചെയ്തതാണെന്ന്. ആ ടൈമിൽ തന്നെ ഹീറോയുടെ ഫോൺ ബെല്ലടിക്കും. ആരാണെന്ന് നോക്കുമ്പോഴോ, കോവർക്കർ. നീ ഇതവിടെ പോയി? ലഞ്ചിന് പോകാനെന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ലല്ലോ, നിന്നെ ഇവിടെ ഓണർ അന്വേഷിക്കുന്നുണ്ടെന്ന് അവൾ പറയും. ലഞ്ച് കഴിക്കാൻ വേണ്ടി തന്നെ വന്നതായിരുന്നു, പക്ഷേ ഇവിടെ കുറച്ച് പ്രോബ്ലം ആയിപ്പോയി, ഇനിയിപ്പം ഞാൻ വരുന്നില്ല, അത് നീ ഓണറിനോട് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ഹീറോ കോള് കട്ട് ചെയ്ത ശേഷം ആ ഫോൺ വലിച്ചെറിയും. എന്നിട്ട് ഹീറോ കാമുകൻ്റെ ഫോൺ തട്ടിയിട്ടിട്ട് പറയും, ഇനി നീ നിൻ്റെ വൈഫിനെ വിളി, എന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ. ആദ്യം കാമുകൻ പറയും, എൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ്, അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞ് അവൻ വിളിക്കില്ല. എന്നാൽ നമ്മുടെ ഹീറോയോ അവനെ ഗൺ പോയിന്റ് നിർത്തിയിട്ട് വിളിപ്പിക്കും. അങ്ങനെ ഫോൺ ചെയ്ത ഉടനെയോ ഫോൺ എടുത്ത വൈഫ് എവിടെയുണ്ട്, എപ്പോൾ വരുമെന്നൊക്കെ ഇവനോട് വളരെ സ്നേഹത്തോടെ ചോദിക്കും. ഇത് കേട്ട ഇവൻ ഉടനെ വരുമെന്ന് അവളോട് നല്ല വിഷമത്തോടെ പറയും. പക്ഷേ ഇവൻ്റെ ശബ്ദം കേട്ടിട്ട് വൈഫിന് എന്തൊക്കെയോ പിടികിട്ടും. നിങ്ങളിപ്പോൾ എവിടെ ഉള്ളത്, എന്താ പ്രശ്നം എന്നൊക്കെ അവൾ ചോദിക്കും. ആ ടൈമിലോ നമ്മുടെ ഹീറോ ഫോൺ തട്ടിപ്പറിച്ചിട്ട് നടന്ന കഥകളെല്ലാം പറയും. എന്നിട്ട് പറയും, നിൻ്റെ കെട്ടിയവൻ ഇപ്പോൾ എൻ്റെ ഗൺ പോയിന്റിലാണ് ഉള്ളത്, അവനെ ഞാൻ കൊല്ലണോ അതോ നിൻ്റെ വീട്ടിലേക്ക് വിടണോ എന്ന്. ആ ടൈമിലെല്ലാം ഫോൺ ലൗഡ് സ്പീക്കറിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കാമൻ്റെ വൈഫ് അത് ഓഫ് ചെയ്യാൻ പറയും. നമ്മുടെ ഹീറോ ഓഫും ചെയ്യും. എന്നിട്ട് അവൾ ഹീറോയോട് എന്തോ പറയുമ്പം ഹീറോ അതിന് ഓക്കെ പറയുകയും ചെയ്യും. പിന്നീട് ഹീറോ അവൻ്റെ വൈഫിനോട് ചോദിക്കും, നീ ഇതിനു മുമ്പ് എത്ര പേരുമായിട്ട് റിലേഷനിലുണ്ടായിരുന്നെന്ന്. അവളോ, ഞാനത് പറയത്തില്ലെന്ന് പറയും. ആ ടൈമിലെല്ലാം കാമുകൻ ഹീറോയെ കളിയാക്കിക്കൊണ്ടിരിക്കും. കുറച്ച് ടൈം കഴിഞ്ഞ് ആദ്യം ഡോറ് തട്ടുന്ന സൗണ്ട് കേൾക്കും. നോക്കുമ്പോഴോ ജാസ്മിൻ, അതായത് കാമുകൻ്റെ വൈഫ്. ഇവളെ കണ്ട ഉടനെയോ കാമുകൻ പറയും, പ്ലീസ് എന്നെ രക്ഷിക്കല്ല, ഇവൻ നമ്മളെ കൊല്ലുമെന്നൊക്കെ. എന്നാലോ അകത്തേക്ക് വന്ന ജാസ്മിൻ അവളുടെ ഡ്രസ്സ് റിമൂവ് ചെയ്തിട്ട് ഹീറോയോട് ചെയ്യാൻ പറയും. അതായത് ഈ കാര്യം പറഞ്ഞപ്പോൾ ജാസ്മിനും ഹീറോയും എന്തോരം വിഷമിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ആ കഷ്ടപ്പാടെല്ലാം ഇവരെ അറിയിക്കാനായിട്ട് ജാസ്മിനും ഹീറോയും അവരുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യും. ആ ടൈമിലോ ഹീറോയുടെ വൈഫും കാമുകനും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് കിടന്ന് കാറും. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ജാസ്മിൻ ഹീറോയോട് പറയും, ഇനി ഇവൻ ആരാന്നുപോലെ എനിക്കറിയില്ല, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പോകും. അവൾ പോയ പുറകെ തന്നെ ഹീറോയുടെ വൈഫ് വന്നവനെ കുറേ അടിക്കും. ഹീറോ ചോദിക്കും, ഇപ്പം മനസ്സിലായോ, ജസ്റ്റ് സെക്സ് എന്നൊക്കെ അല്ലായിരുന്നു പറഞ്ഞത്, ഇപ്പം എങ്ങനെയുണ്ട്, വേദനിക്കുന്നുണ്ടോ എന്ന്. ഇത് കേട്ട ഹീറോയിനോ കിടന്ന് കരയും. എന്നിട്ട് പറയും, അത് വേറെ ഇത് വേറെ, ഞാൻ വെറും ഫാൻറ്റസിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന്. നമ്മുടെ ഹീറോയോ, എല്ലാം ഒന്നൊക്കെ തന്നെ എന്ന് പറഞ്ഞിട്ട്, ഈ തോക്ക് വെച്ച് നിൻ്റെ കാമുകനെ കൊന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടാം, എന്നിട്ട് ഒന്നും നടക്കാത്ത പോലെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്നൊക്കെ പറയും. അപ്പം എൻ്റെ ബോഡി എന്ത് ചെയ്യുമെന്ന് കാമുകൻ ചിരിച്ചുകൊണ്ട് ചോദിക്കും. അത് കുഴപ്പമില്ല, ഇവിടെ പുറകിലൊരു ഗാർഡനുണ്ട്, നിന്നെ ആരും അറിയാതെ അവിടെ കുഴിച്ചിട്ടോളാമെന്ന് ഹീറോ പറഞ്ഞ ഉടനെ തന്നെ വൈഫ് അവൻ്റെ നേരെ തോക്ക് ചൂണ്ടും. വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവൻ കുറേ കയറ്റും. പക്ഷേ വൈഫ് അവനെ ഷൂട്ട് ചെയ്യും. അപ്പോഴാണ് അറിയുന്നത് അത് ഈ ബുള്ളറ്റില്ലെന്നുള്ള കാര്യം. അത് നമ്മുടെ ഹീറോ കുറച്ച് മുമ്പ് ഊരി വെച്ചായിരുന്നു. ഇപ്പോഴാണ് അങ്ങനെ രണ്ടുപേർക്കും ശ്വാസം വീഴുന്നത്. ആ ടൈമിൽ കാമുകൻ ചോദിക്കും, ഞാൻ മാത്രമാണ് തെറ്റ് ചെയ്തത്, നീയും ചെയ്തിട്ടില്ലേ? വൈഫ് പറയും, ഞാൻ ചെയ്തത് വേറെ എന്ന് പറഞ്ഞ് അവളുടെ കുട്ടിക്കാലത്തെ കഥ പറയാൻ തുടങ്ങും. പണ്ട് ഇവളുടെ ഡാഡി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രമോഷനൊന്നും ഇല്ലായിരുന്നു. പോരാത്തതിനോ ബോസ് നല്ല തെറിയും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ഇവളെ വിളിച്ചുകൊണ്ട് പോരാൻ ഡാഡി വരത്തില്ല. പകരം വരുന്നത് ബോസ്സായിരുന്നു. അറിയാവുന്ന ആളാണല്ലോ എന്ന് വിചാരിച്ച് ഇവളും വണ്ടി കയറും. എന്നാലോ പുള്ളി വണ്ടിയെ പറ്റി ഇവളോട്ട് റോങ് ആയിട്ട് ബിഹേവ് ചെയ്യും. അത് അന്ന് തന്നെ ഇവൾ അച്ഛനോടും പോയി പറയും. പക്ഷേ പുള്ളി ഇത് വിശ്വസിക്കത്തില്ല. പുള്ളി പറയും, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ.
പിറ്റേ ദിവസം തന്നെ പുള്ളിക്ക് പ്രമോഷനും കിട്ടും. പിന്നീട് ബോസ് റെഗുലറായിട്ട് വരുമായിരുന്നു. അത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൾ പ്രഗ്നൻ്റ് ആകും. ഇതറിഞ്ഞ ബോസ് കുറേ എമൗണ്ട് കൊടുത്ത് അത് അബോർട്ട് ചെയ്യാൻ പറയും. പിന്നീട് ഇവളെ ഒരു അടിമയെ പോലെയായിരുന്നു പുള്ളി കണ്ടത്. അങ്ങനെ ഇതെല്ലാം ചെയ്തത് അവളുടെ അച്ഛന് വേണ്ടിയാണെന്ന് പറയും. ഇത് കേട്ട ഹീറോ ചോദിക്കും, എന്തായിരുന്നു എന്നോട് ഇത് പറയാഞ്ഞതെന്ന്. അവൾ പറയും, ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ലെന്ന്. ഇത് കേട്ട ഹീറോയോ, അപ്പം നമ്മൾ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗണ്ണിലെ ബുള്ളറ്റ് എല്ലാം മൂരും. എന്നിട്ട് ഒരു ബുള്ളറ്റ് മാത്രം നിർത്തും. എന്നിട്ട് നമ്മുടെ ഹീറോ പറയും, നമ്മളിൽ ആര് മരിക്കണമെന്ന് ഗോഡ് ഡിസൈഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കാവലിൻ്റെ നേരെ ചൂണ്ടി ഷൂട്ട് ചെയ്യും. ആ ടൈമിൽ തന്നെ കോവർക്കർ അങ്ങോട്ടേക്ക് വരും. അവിടെ വന്ന് ഹീറോയുടെ പേര് വിളിക്കുമ്പോഴോ അകത്തെങ്ങും ആരുമില്ല. അങ്ങനെ അവൾ ആരെയും കാണാത്തത് കൊണ്ട് ഒരു നോട്ട് എഴുതി അകത്തേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് പോകും. എന്നാലോ ഹീറോ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റ് അവൻ്റെ വൈഫും ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ആ കാമുകൻ ഡെഡായി. ആ ഒറ്റ ബുള്ളറ്റ് അവൻട്ട് തന്നെ കിട്ടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ കാമുകനെ കുഴിച്ചിടാൻ പോകും. ആ ടൈമിൽ ഹീറോ നോക്കുമ്പോൾ വൈഫ് അവിടെ വലിച്ചുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ കുഴിച്ചിടിയിലൊക്കെ കഴിഞ്ഞ് ഹീറോ നോക്കുമ്പോഴോ വൈഫിനെ കാണുന്നില്ല. അവൻ ജസ്റ്റ് താഴേക്ക് നോക്കുമ്പോഴാണ് കാണുന്നത് വൈഫ് കെട്ടിയിരുന്ന തുണി അവിടെ കിടക്കുന്നത്. അങ്ങനെ ആ ടൈമിലാണ് ഹീറോയ്ക്ക് എല്ലാം പിടികിട്ടുന്നത്. ഇവൻ ആദ്യം ഷൂട്ട് ചെയ്തതായിരുന്നു ഒറിജിനൽ എന്ന കാര്യം. അതായത് ഇവൻ്റെ ആദ്യത്തെ ഷൂട്ടിൽ തന്നെ അവർ ഡെഡായിരുന്നു. ബാക്കി മുഴുവൻ ഇവൻ്റെ ഇമാജിനേഷൻ ആയിരുന്നു. കാമുകൻ്റെ വൈഫായ ജാസ്മിനും എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഇത്ര നേരം കണ്ടത് മുഴുവൻ നമ്മുടെ ഹീറോയുടെ ഇമാജിനേഷൻ ആയിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ചെയ്തതെല്ലാം ഓർത്ത് അവൻ ഫീലായി കരയും. അതോടെ ഈ മൂവിയും തീരും.